ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നു. മോദി സർക്കാർ വീണ്ടും മൂന്നാമതും അധികാരത്തിലേൽക്കുകയാണ്. ഈ സമയത്ത് ഏവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച റാഷിദ് CP നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം നാഷണൽ ലെവലിൽ പറഞ്ഞത് അല്പം തെറ്റിപ്പോയെങ്കിലും വടകര പറഞ്ഞത് കറക്റ്റായി വന്നിരിക്കുകയാണ്. അതായത് വടകരയിൽ 1 ലക്ഷത്തിൽ പരം വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. എങ്ങനെയാണിത് പ്രവചിക്കാൻ കഴിഞ്ഞത്? അത് പലപ്പോഴും പറഞ്ഞതാണ്, നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞതാണ്. അത് കൃത്യമായ നിരീക്ഷണമാണ്. വടകരയുടെ കാര്യത്തിൽ 1,14,000 വരെയായിരുന്നു പറഞ്ഞത്. 1,14,500 വോട്ടിനാണ് ഇപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. നിരീക്ഷണം മാത്രം, ഒറ്റ വാക്കിൽ നിരീക്ഷണം എന്ന് പറയാം, അല്ലാതെ പ്രവചനമൊന്നുമല്ല. പ്രവചനം കൊണ്ട് കുടുങ്ങുന്ന ഒരു കേസല്ല ഇത്. NDA സർക്കാരിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രവചിച്ചിരുന്നത്? അതിലെന്തോ ചെറിയ തെറ്റ് പറ്റിപ്പോയി അല്ലേ? അല്ല, അത്യാവശ്യം നല്ല തെറ്റുണ്ട്. BJP എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു 10-11 തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെറ്റ് റിസൾട്ട് NDAയുടേതായിരുന്നു. അതിൽ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കുന്ന, നമ്മൾ കാണുന്ന വാർത്തകളും മറ്റുള്ള എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിസൾട്ട് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ മിറാക്കിളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് വന്നത്. പ്രത്യേകിച്ച് UP-യിലും അങ്ങേക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ പ്രഡിക്ഷൻ്റെ കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതാണ് അതിൻ്റെ സംഭവം. ഞങ്ങളുടെ ഉണ്ണി സാറിനൊക്കെ കറക്റ്റായി പ്രവചിക്കാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ണി സാറ് പറഞ്ഞിട്ടുണ്ട്, ദേശീയ തലത്തിൽ നമ്മൾ യോഗേന്ദ്ര യാദവിൻ്റെ സൈഡിനാണ് ഒരു വിന്നിങ് ഏരിയ കിട്ടിയത്. പക്ഷേ ഞാൻ അപ്പോഴും കാണുന്നത് വെച്ചാൽ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞതിൽ പോലും യോഗേന്ദ്ര യാദവ് നിശ്ചിത സ്റ്റേറ്റുകളിൽ ഇത്ര സീറ്റ് കുറയും എന്ന് പറഞ്ഞു. UP-യിലും പുള്ളി പറഞ്ഞത് UP-യിലും മറ്റൊരു സ്റ്റേറ്റിലും കൂടി ഒരു 10ഓളം സീറ്റ് BJPക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അതുപോലെയല്ല നിന്നത്, വലിയ രീതിയിലുള്ള സീറ്റ് വേക്കൗട്ടടി ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യോഗേന്ദ്ര യാദവ് ആ സൈഡ് ആംഗിളിൽ കാര്യങ്ങൾ പറയുന്ന ആളുകൾ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ റീസൺസ് എന്തുകൊണ്ട് BJP തോക്കും എന്ന് പറയുന്നത് നമുക്ക് കൺവിൻസിങ് അല്ല. അവർ പറയുന്നുണ്ട് അവിടെ സീറ്റ് കുറയും ഇവിടെ സീറ്റ് കുറയും എന്ന് പറയാമെന്നാണ്. നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സീറ്റ് കിട്ടും എന്ന് പറയുന്നത് എൻ്റെ വ്യൂവിൽ മാത്രമല്ല, ആ തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്ന ആളുകൾക്കെല്ലാം പറയാനുണ്ടായിരുന്നു. നമ്മുടെ സമീപകാലത്ത് നടന്ന മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഒരു 15 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം വീണ്ടും BJP വലിയ രീതിയിൽ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഇലക്ട്രലി നോക്കുമ്പോൾ മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം ആ തരത്തിലായിരുന്നു. ഇതിൻ്റെ ഒരു വേറൊരു ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ സർവേ ആയാലും ഇത്തരത്തിലുള്ള ഡീപ്പ് നിരീക്ഷണം നടത്തുമ്പോഴും ജനങ്ങൾ ഈ കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ കൃത്യമായിട്ട് ഈ സർവേ ടീമിനോട് പ്രതികരിക്കണമെന്നില്ല. BJP ആ ഒരു രീതിയിൽ ഒരർത്ഥത്തിൽ അണികൾ നേതൃത്വത്തെ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാകുമ്പോൾ അത് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കോ ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ നിരീക്ഷിക്കുന്ന ആളുകൾക്കോ സർവേ ടീമിനോ അത് കൃത്യമായി കിട്ടണം എന്നില്ല. അവിടെയാണ് ഞങ്ങൾ വീണുപോയത് എന്ന് തന്നെ എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ സർവേ നടത്താനോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അങ്ങനെ സംവിധാനമൊന്നുമില്ല. സംവിധാനം ഇന്നത്തെ കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ആ സംവിധാനത്തിൽ കൂടെ നമുക്ക് എത്താൻ പറ്റുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. ആ രീതിയിൽ ഏകദേശം എൻ്റെ ഒരു 10ാമത്തെ 11ാമത്തേതായിരുന്നു. അതിൽ പരിപൂർണമായ കൃത്യതയായിരുന്നു നിങ്ങളിലേക്കെല്ലാം ഞാൻ എത്താൻ കാരണം. പക്ഷേ ഈ നാഷണൽ ലെവലിലുള്ള ഒരു പൊതുവെ ദേശീയ തലത്തിലുള്ള സർവേ ടീമിൽ മൊത്തം പാളിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് റിപ്പോർട്ടറിന് അധികം പാളിയിട്ടില്ല. ഉണ്ണി സാറിൻ്റെ എൻ്റെ അഭിനന്ദനം അറിയിച്ച ആ വ്യക്തിപരമായി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ പുള്ളി അത്തരത്തിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് പിടിച്ചത്. പക്ഷേ ഉണ്ണി സാർ അത് വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും ലക്ഷ്യമിടുന്നത് അല്ലേ? അതിനുള്ള പണികളൊക്കെ തുടങ്ങിയോ? ഇല്ല, അങ്ങനെ ഒരു പണി തുടങ്ങിയില്ല. പിന്നെ തദ്ദേശത്തിൽ ഇതൊരു സ്കോപ്പില്ല എന്ന് വെച്ച് പറഞ്ഞാൽ അതിൽ ആ ഒരു ഏരിയയിൽ ഗ്രൗണ്ട് ലെവലുള്ള റിസൾട്ടുകളാണല്ലോ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ബൈ ഇലക്ഷൻ ആണുള്ളത്. നോക്കാം റിസൾട്ട് എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഒറ്റ വാക്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാം എന്നുള്ളതല്ല. നിങ്ങളൊക്കെ പണി തുടങ്ങണം. ഗ്രൗണ്ടിൽ ഇറങ്ങി നിങ്ങളൊക്കെ പൊലിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നത്. വയനാട് രാഹുൽ ഗാന്ധി ഒഴിവാകുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം 3 ലക്ഷത്തിന് മേലെയാണ് മെജോറിറ്റി. ഒരു പ്രൊഡിക്ഷൻ ഇപ്പം പ്രസക്തിയില്ല. UDF-ൻ്റെ ഒരു മണ്ഡലമാണ്. അവിടെ സാനിയൊക്കെ അറിയാം അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ. ഇപ്പോൾ ചോദ്യത്തിൽ പ്രസക്തിയില്ല. അതുപോലെ ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലത്തിൽ പാലക്കാട് അവിടെ നല്ല പണിയുണ്ടാവും. പ്രൊഡിക്ഷൻ നടത്താനും രാഷ്ട്രീയം പറയാനും ആളുകൾക്ക് നല്ല രീതിയിലുള്ള പണിയുണ്ടാവും. ബുദ്ധിമുട്ടൊന്നുമില്ല, പണിയുണ്ടാവും. നോക്കാം നമുക്ക്. അതെ. ഏതായാലും കൃത്യമായ നിരീക്ഷണമാണ് ഈ ഒരു പ്രഡിക്ഷന് പിന്നിൽ എന്നാണ് റാഷിദ് CP പറയുന്നത്. അല്ലാതെ മറ്റ് മാജിക്കുകളൊന്നുമല്ല തൻ്റെ കയ്യിലുള്ളത്. കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിച്ച് അതിനുശേഷം മാത്രം പ്രവചിക്കുന്നതാണ് താനെന്നും റാഷിദ് CP പറയുന്നു.